എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ബ്രോക്കോളി വെച്ചിട്ടുള്ള നല്ല ഉഗ്രൻ ഒരു റെസിപ്പി നോക്കാം. ഇത് കഴിക്കാനും വളരെ രുചികരമാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം വരുന്ന ബ്രോക്കോളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും പോവാതെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് കഴുകിയ ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ പൂവും ഒന്നെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് അടർത്തി എടുത്താലും മതി. ഇതിൻ്റെ വലിയ തണ്ട് മാത്രം നമ്മൾ ഒന്ന് നീക്കം ചെയ്യുവാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഒരുപാട് ന്യൂട്രീഷ്യൻസ് അടങ്ങിയ ഫുഡാണ് ബ്രോക്കോളി എങ്കിലും അതിലൊരുപാട് കൃമികളും കീടങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രോക്കോളി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ബ്രോക്കോളി നന്നായിട്ട് അങ്ങ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒരു 20 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തെടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനിയൊരു 6-7 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി, ഒരു പച്ചമുളകും കൂടി ഞാൻ ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കുവാണ്. ഇനിയൊരു പിഞ്ച് ജീരകവും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ബ്രോക്കോളി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ മഞ്ഞൾ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒരു 2-3 തവണ ഞാനൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാടങ്ങ് കട്ട് ചെയ്ത് ചെറുതാക്കി കളയണ്ട. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരല്പം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിൻ്റെ അല്പം കട്ടിയുള്ള വെള്ള തണ്ട് അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം. ബ്രോക്കോളി നമ്മൾ പൊതുവേ കണ്ട് പരിചയമുള്ളൊരു പച്ചക്കറിയാണെങ്കിലും അധികം നമ്മളങ്ങനെ വാങ്ങി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഡെയിലി കഴിക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി സാലഡായിട്ടെങ്കിലും നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ ഫുഡിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗറിന്, കൊളസ്ട്രോളിന്, അമിതവണ്ണമൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കാനും ഒക്കെ നമ്മുടെ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഇതൊക്കെ പലർക്കും അറിയാമായിരിക്കും, പക്ഷേ അറിയില്ലാത്ത കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയ ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെയാണ് നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രോക്കോളി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3/4 ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിക്ക് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. നമ്മൾ ഒരുപാടിട്ട് വേവിച്ച് ഇതിൻ്റെ ഗുണങ്ങളും ഒന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളുടെ ബ്രോക്കോളി നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്, അതിലുപരി നല്ല ന്യൂട്രീഷ്യസുമാണ്. അപ്പോൾ എല്ലാവരും ഇനി ബ്രോക്കോളി വാങ്ങി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്